ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു നല്ലൊരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൺമണിയെ വിളിക്കുന്നുണ്ട് കേട്ടോ വരുണ്. കാരണം ഇനി ഒരു രക്ഷയില്ല, ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് വരുണ് കേട്ടോ. അപ്പോഴത്തേനും വിളിച്ചിട്ട് ധനലക്ഷ്മിയോട് പറയുന്നുണ്ട്, എനിക്ക് കൺമണിയോടൊന്ന് സംസാരിക്കണം, എത്രയും പെട്ടെന്ന് തന്നെ അവൾക്ക് ഫോൺ കൊടുക്കുക ഏട്ടത്തി എന്ന് പറയുന്നു. അങ്ങനെ നിന്നെ വിളിക്കുന്നുണ്ട് ഒരാൾ, നീ അവനോട് സംസാരിച്ചേ പറ്റുള്ളൂ വരുൺ എന്ന് പറയുമ്പോൾ, എനിക്ക് അവനോട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ, എന്തായാലും നീ സംസാരിച്ചേ പറ്റൂ, വേഗാവട്ടെ എന്ന് പറയുന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇത് എൻ്റെ വീടാണ്, അത് നിനക്കും അറിയുന്നതാണല്ലോ കൺമണി, ഇത്രയും പെട്ടെന്ന് ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ വീട് വിട്ട് നീ പുറത്തിറങ്ങി പോയിരിക്കണം എന്ന് പറയുന്നു. എൻ്റെ വീട്ടിൽ എനിക്കിഷ്ടമില്ലാത്ത ആൾക്കാർ ജീവിച്ച് അവിടെ നിൽക്കാൻ പാടില്ല എന്ന് കൺമണിയോട് വരുണ് തർപ്പിച്ച് പറയുന്നു കേട്ടോ. പക്ഷെ പാവം കൺമണി ഇനി എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. സ്വന്തം വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന കൺമണിക്ക് ഇനി രക്ഷ എവിടെയാണെന്ന് അറിയില്ല. കാരണം കൃഷി ഇപ്പോൾ തെറ്റിയ പോലെയാണ്, കൃഷ്ണനോടൊപ്പോൾ വളരെയധികം വാശിയിലാണ് തന്നെയാണ് കൺമണി നിൽക്കുന്നത്. അതിനുശേഷം തന്നെ ധനലക്ഷ്മി പറയുന്നുണ്ട്, നിന്നെ ഇന്ന് ഞാൻ ഇവിടുന്ന് വലിച്ച് പുറത്താക്കും, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കണോടി, നിനക്ക് ഇവിടെ ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് നിൽക്കണം, അതിന് വേണ്ടിയിട്ട് നീ ഇവിടെ നിന്ന് പുറത്ത് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഇറങ്ങി വാടി എന്ന് പറഞ്ഞിട്ട് കൺമണിയുടെ ബാഗും അതുപോലെ സാധനങ്ങളും എല്ലാം തന്നെ പുറത്ത് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പുറത്തിറക്കാട്ടോ ചെയ്യുന്നത്. ഇനി നീ എങ്ങോട്ട് പോകുന്നു ഞങ്ങൾക്കൊന്ന് കാണണം, നിൻ്റെ ഈ അധിക പ്രസംഗത്തിനും നിൻ്റെ ഈ പ്രവൃത്തിക്കും നിനക്ക് ദൈവം തന്ന ശിക്ഷയാണിടി. കാരണം ഇനി ഒരിക്കലും തന്നെ നിനക്ക് ഇതിനകത്തേക്ക് കയറാൻ സാധിക്കില്ല. ആ വരുണിൻ്റെ വീടാണിത്, ഞങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് പോകും, പക്ഷേ അധിക പ്രസംഗം കാണിക്കുന്ന നിന്നെ അവൻ എന്തായാലും ഇതിനുള്ളിൽ പൊറപ്പിക്കാനായിട്ട് നിൽക്കില്ല എന്ന് പറയുന്നു. കൺമണിയാണെങ്കിൽ ഒട്ടും തന്നെ തളരണമൊന്നുമില്ല. കാരണം കൺമണി പ്രതീക്ഷിച്ചത് ഇത് തന്നെയാണ്. വരുണിനുമായിട്ടുള്ള കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ തകർക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കൺമണിക്ക് നന്നായിട്ട് അറിയാം. അവൻ അച്ഛനോടൊക്കെ യാത്ര പറയുന്നുണ്ട് കേട്ടോ കൺമണി. അച്ഛാ ഞാൻ പോയിട്ട് വരാം, കാരണം എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല, ഇനി ഞാൻ പുറത്ത് പോയേ പറ്റുള്ളൂ. പക്ഷേ അച്ഛനും ഗോകുലും നന്നായിട്ട് ശ്രദ്ധിക്കണം, ഇവരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ സൂക്ഷിച്ച് തന്നെ നിൽക്കണം. കാരണം ഏട്ടത്തിയുടെ ഒരു അനുവാദത്തോടു കൂടി തന്നെയാണല്ലോ നിങ്ങളിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, ഈ വീട് നമുക്ക് തന്നെ സ്വന്തമാകുന്ന ആ നിമിഷം തന്നെ ഞാൻ എന്തായാലും അച്ഛനെയും അതുപോലെ തന്നെ ഗോകുലിനെയും കാണാനായിട്ട് തിരിച്ചു വരും. അതുവരെ നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാം, അല്ലാതെ ഈ വീട്ടിലേക്ക് ഞാൻ ഇനി വരില്ല എന്ന് കൺമണി അവരോട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വിഷമിക്കൊന്നും വേണ്ട, ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നു. എന്നെ കൺമണി ധനലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പോകുമ്പോൾ എൻ്റെ അച്ഛനെയും അതുപോലെ തന്നെ ഗോകുലിനെയും നിങ്ങൾ എന്തെങ്കിലും കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എൻ്റെ അച്ഛനെ നിങ്ങൾ ഉപദ്രവിക്കുക, അച്ഛനെ മാനസികമായി തകർക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം കൺമണി ഇവിടെ എത്തിയിരിക്കും, നിങ്ങൾക്ക് ശിക്ഷ അപ്പം ഞാനിവിടെ വിധിച്ചിരിക്കും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ കൺമണിക്ക് നിങ്ങൾക്ക് ആവോളം കിട്ടിയിട്ടുണ്ടല്ലോ, ഇനി എനിക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ എന്നെ ഒതുങ്ങി നിൽക്കുകയായിരിക്കും നിങ്ങൾക്ക് രക്ഷ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൺമണിയുടെ ഭീഷണിപ്പെടുത്തിയിട്ട് ധനലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിയതിന് ശേഷം തന്നെ കൺമണി അവിടുന്ന് അന്തസ്സോടുകൂടി തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. കാരണം വരുണ് എത്ര പറഞ്ഞാലും ഇനി അവൻ്റെ ഭാര്യ ആവാൻ തനിക്ക് തയ്യാറല്ല, അതിനു വേണ്ടിയിട്ട് ആ വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കാനും സാധിക്കില്ല. അങ്ങനെ ഇറങ്ങി പോകാട്ടോ ചെയ്യുന്നത്. എന്തായാലും കൺമണിയെ രക്ഷിക്കാനും കൊണ്ടുപോകാനും മറ്റാരും നമ്മുടെ കൃഷി വരും എന്നുള്ളത് നമുക്കറിയാമല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ അവർ പഴയ രീതിയിൽ തന്നെ ഒന്നാവും. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത്. നാളെ എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.